Hello, good morning everybody. Welcome to day 2 in UAE with this girl. എവിടെ മൊഗൊന്ന് ഇത്തിരി കണ്ട് അല്ല ഞങ്ങളിവിടെ ബെഡിൽ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ ആലോചിക്കുകയാണ് അല്ലെ എന്തൊക്കെ ചെയ്യണം അതോ ഇത്തിരി കഴിഞ്ഞിട്ട് എന്നിട്ടാ മതിയോ? കാലൊക്കെ ഉണ്ടോടാ? ഇവൻ ഇങ്ങനെ എത്തി വലിഞ്ഞു നോക്കിട്ട് കഴുത്ത് വേദന പാവം കുഞ്ഞാപ്പിന്റെ ദീനരോധനാണ് കേട്ടത്. ഞങ്ങള് ഇന്നലെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് എത്ര മണിയായി? 11:30 എന്തോ ആയി വീട്ടിലെത്തിയപ്പോ. കുറച്ചധികം വയ്യാണ്ടായി പോയി. ബിക്കോസ് ഫുഡ് കിട്ടിയില്ലടാ. അത് വല്ലാത്തൊരു അല്ലെ അവസ്ഥയായിപ്പോയി. ഇവിടെ നമ്മള് എക്സ്പെക്ട് ചെയ്ത് കിട്ടുമെന്ന് പക്ഷെ കിട്ടിയില്ല. അതാ നമ്മളൊരു 1:30 ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇതെല്ലാം ഭക്ഷണം കഴിച്ചില്ലെന്നുള്ളതാണ് സത്യം. ഫുഡൊന്നും കേറ്റില്ല. ഫുഡ് വാങ്ങണം, പക്ഷെ നമ്മൾ ആദ്യമേ ഇങ്ങനെ വാങ്ങി സെറ്റ് ആക്കണമായിരുന്നു. അത് നമുക്കറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോയിട്ട് ഫുഡ് വാങ്ങിക്കലൊന്നും പ്രാക്ടിക്കൽ അല്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലം പോകും സ്റ്റാൻഡിങ് ആയതുകൊണ്ട്. അപ്പോൾ അത് ഭയങ്കര ഹൊറിബിൾ ആയിരുന്നു. തിരിച്ചു വരുന്ന വഴി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റ്സ് എല്ലാം ക്ലോസ് ചെയ്തു. ഡെലിവറി ഒന്നും എടുക്കാണ്ടായി. അങ്ങനെ പട്ടിണിയായി പോയി ഇന്നലെ എന്ന് പറഞ്ഞാൽ സത്യം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ഫ്രിഡ്ജിൽ കുറച്ച് മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തൊക്കെയെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അങ്ങനെ യൂസ്ഡ് അല്ല ഫുഡ് ഇങ്ങനെ കഴിക്കാതെ കുറെ നേരം ഇരിക്കുന്നുണ്ടാവും. എനിക്ക് ഗ്യാസ് കയറി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്കതൊന്നും കഴിക്കാൻ. ഞാൻ വന്നിട്ട് കുറെ വെള്ളം കുറെ കുടിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് മുട്ടയൊക്കെ ഉണ്ടാക്കി തന്നു. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റണ്ടേ. ഞാൻ പിന്നെ ദൈവത്തിനെ ഇങ്ങനെ പ്രാർത്ഥിച്ച നാളെ ഇറങ്ങണമല്ലോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഒരു മുട്ട ബുൾസൈ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഉറങ്ങിയതാണ് ബോധം കിട്ടുന്നത്. സത്യം എനിക്ക് അറിയില്ലടോ. അതിനുശേഷം ഞാനിങ്ങനെ ഇരിക്കുക, വീണ്ടും വെള്ളം കുടിക്കും. വയ്യ, അയ്യോ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനുശേഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബോധം പോയതാന്ന് തോന്നണം കേട്ടോ. അങ്ങനെ ഞാൻ എപ്പോഴും ഉറങ്ങി, എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഞാൻ ഉറങ്ങിയെന്ന് മാത്രം, ഉറങ്ങിയതാണോ ബോധം പോയതെന്ന് അറിയില്ല. എന്റെ ബോധം നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എണീക്കുന്നത് ഇന്നൊരു 7:45 മണിയായപ്പോഴാണ് ഇന്നിപ്പോ എണീറ്റത്. എണീറ്റിട്ട് ഞാൻ വിശപ്പിന്റെ വിളിയാൽ എണീറ്റതാണ്. ഞാൻ സത്യം പറഞ്ഞു വിശന്നിട്ട് എണീറ്റതാണ്. പിന്നെ കുറച്ചു നേരം പിന്നെ കിരൺ അപ്പൊ തന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ എണീറ്റതും കിരൺ വിളിച്ചു. കറക്റ്റ് സമയം അറിഞ്ഞു വിളിക്കുന്ന പോലെ വിളിച്ചു. പിന്നെ കിരണിന്റെ അടുത്ത് ഞാൻ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അമ്മേനെ വിളിച്ചു. പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ആദ്യം ഭക്ഷണം എവിടെ കിട്ടുന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ പറഞ്ഞു തരുമ്പോ ഇന്നലെ ഒരു വളരെ മാജിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്കുണ്ടായിരുന്നത്. ഓൾ താങ്ക്സ് ടു ദിസ് പെങ്കൊച്ച്. എന്റെ അടുത്ത് മുന്നേ എനിക്ക് എഡ് ഷീറിന്റെ കോൺസെർട്ട് അല്ലേ നീ എന്റെ അടുത്ത് ദുവാലിപ്പന്റെ കോൺസെർട്ട് വന്നപ്പോ എന്റെ അടുത്ത് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഞാൻ അപ്പോ ഫ്രീ അല്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ കോൺസേർട്ടിന്റെ മൂഡ് ഉണ്ടോന്നറിയാം. അതെ 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 അങ്ങനെ. അപ്പൊ അന്ന് എനിക്ക് അത്ര മൂഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ സംഭവം കോൾപ്ലേ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് അങ്ങോട്ട് പോവട്ടെ, എത്ര ഈ കൊച്ചിനടുത്ത് ഞാൻ വരില്ല എന്ന് പറയുന്നത്. ഞാൻ ഓർത്ത് മുന്നേ ചോദിച്ചു. ബോത്തായിരുന്നു. ഞാൻ ഒന്നും പറയുന്നില്ല, എനിക്ക് അങ്ങനെ വാക്കുകളില്ല. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ഓരോ ഇവന്റ് വരുമ്പോ ഇവൻ ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. നീ വരുന്നുണ്ടോ, നീ മൂഡാണോ, നീ ഫ്രീ ആണോ. അപ്പൊ ഞാൻ ഓർത്ത് തന്നാ പിന്നെ ഒരു പണിയാം, ഈ പ്രാവശ്യം അങ്ങനെ കെട്ടിയിരുന്നില്ല അങ്ങനെ പോവാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ ഓർത്ത് പെട്ടെന്ന് അങ്ങനെ ഡിസൈഡ് ചെയ്ത് വന്നു. പക്ഷെ ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ ഐ ഹാവ് ടേക്കൺ. ആൻഡ് കിരൺ ഒരു പ്രത്യേക നന്ദി ഞാൻ അറിയിക്കാണ് ഈ ഒരു വേളയിൽ. കിരണാണ് എന്നെ ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻ മാറ്റി തള്ളി പറഞ്ഞു വിട്ടത്, പുഷ് ചെയ്ത്. അപ്പൊ ഞാൻ പോണോ വേണ്ടതൊക്കെ പറഞ്ഞപ്പോ കിരൺ ഇല്ല നീ എന്തായാലും പോ, നീ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്, നീ പോ, എന്തായാലും ഇങ്ങനത്തെ ചാൻസ് ഒന്ന് മിസ് ചെയ്തെന്ന് പറഞ്ഞ കണ്ണപ്പന് ഒരു വലിയ നന്ദി. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ഇവിടെ ഇങ്ങനെ അവിടെ വേണോ എന്നൊക്കെ പറഞ്ഞിരുന്നേനെ. പക്ഷെ കിരൺ എന്നെ കൂടുതൽ പുഷ് ചെയ്തതുകൊണ്ടാണ് സത്യം പറഞ്ഞ ഞാൻ വന്നത്. അപ്പൊ അതിന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ബിഗ് ഷൗട്ട് ഔട്ട് ടു കിരൺ മേനോൻ. അപ്പൊ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഒന്നാമത് ഞാൻ കോൺസേർട്സിന് അങ്ങനെ അധികം പോയിട്ടില്ല. പക്ഷെ ഫസ്റ്റ് ആൻഡ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി എനിക്ക് കോൺസേർട്ടുകളിൽ പോയില്ലെങ്കിൽ കുഴപ്പമില്ലടാ, എന്റെ മനസ്സ് നിറഞ്ഞു. ഇനിയിപ്പം വല്ല സ്വിഫ്റ്റ് ടൈലർ സ്വിഫ്റ്റിന്റെ ഒക്കെ പോണം. അതല്ലാതെ ഇനിയിപ്പോ ബിഗ് കോൺസേർട്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്നോട് പറഞ്ഞത് നമ്മളിങ്ങനെ ലാസ്റ്റ് വേർഡ് ഓഫ് കോൺസേർട്ട് എന്ന് പറഞ്ഞതാണ് കോൾപ്ലേ. അത്രയും എക്സ്പീരിയൻസ്. പക്ഷെ ഭയങ്കര കേട്ടോ, ഇങ്ങനത്തെ ഞാനൊരു എക്സ്പീരിയൻസ് എന്റെ ലൈഫിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഫസ്റ്റ് ഞാൻ കോൺസേർട്ട് പോയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്. പിന്നെ ഇങ്ങനെ ബെസ്റ്റ് കോൺസേർട്ട് ആണ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ബെസ്റ്റിനാണല്ലോ ഫസ്റ്റ് പോയെന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പൊ ഇങ്ങനെ ഹാർട്ട് ഫുള്ളായിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു മൊത്തത്തില്. സോ ഗ്രേറ്റ്ഫുൾ, സോ ഹാപ്പി. മൊത്തത്തിൽ ഹാപ്പി ആയി ഇന്നലെ.
അപ്പോൾ ഇനി നമുക്ക് ഭക്ഷണം വരുമോ നോക്കാം. അതിന് മുന്നേ പോയി നമുക്ക് ബ്രഷ് ചെയ്യാം. ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരെ. ബ്രഷ് ചെയ്തിട്ട് കുളിച്ചു റെഡി ചെയ്യുക. ഓക്കെ ബൈ ഡാ. സീ യു ഡാ. ഞങ്ങളുടെ ഫുഡ് അങ്ങനെ ഫൈനലി വന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ പറഞ്ഞു നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ച് നമുക്ക് നേരത്തെ ഇറങ്ങി നമുക്ക് നേരത്തെ കറങ്ങാം. ഇന്ന് നമ്മുടെ പ്ലാൻ വന്നിട്ട് നമ്മൾ ദുബായിലേക്ക് പോവാണ്. അബുദാബിയിൽ നിന്ന് ദുബായിൽ പോവാണ്. ദുബായിൽ കിരണിന്റെ കസിന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾക്ക് രണ്ടൊക്കെ നാളെയാണല്ലോ ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ ആരുമില്ല, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ദുബായിലേക്ക് കിരണിന്റെ കസിൻ ചേട്ടനുണ്ട്, രാധേഷ് ചേട്ടനും ശൈല ചേച്ചിയും അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോണത്. നമുക്ക് വേറെ കസിൻസും കുറെ ഫ്രണ്ട്സും ഉണ്ട്. പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടി വരണോണ്ട് ആദ്യം ഇവരുടെ അടുത്താണ് ഇവരുണ്ടാവോ ഇല്ലെന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തത്. അപ്പോൾ ശൈല ചേച്ചി ആക്ച്വലി ഇന്ന് വർക്ക് റിലേറ്റഡ് ആയിട്ട് ട്രാവലാണ്. പക്ഷെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ചേച്ചി വൈകുന്നേരമാണ് പോകുന്നത്. ചേട്ടൻ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞ് സെറ്റ് ചെയ്ത ചേച്ചി എനിക്ക് അക്കോമഡേഷൻ്റെ അവരുടെ വീടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ഒക്കെ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ വരാൻ എല്ലാം ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തു. ടിക്കറ്റ് എല്ലാം കിട്ടി. വിസ വന്ന മുതൽ ചേച്ചി ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ചെക്ക് ചെയ്യും എന്തായി പോകുന്നോ, സ്റ്റാർട്ട് ചെയ്തോ, എത്തിയോ, പരിപാടി ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ചേച്ചിന്റെ ലൊക്കേഷൻ എല്ലാം അയച്ചിട്ടുണ്ട്. നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ ദുബായിൽ. അപ്പോൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനാണ്. ഒന്ന് ചെറിയ തോതിലുള്ളൊരു 1 day എക്സ്പ്ലോറിംഗ് ആണ് ഇന്നത്തെ പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുനടുത്ത് പറഞ്ഞു, അപ്പു സ്ഥിരം വരണതാണ് ഇവിടെ. അപ്പോൾ ഞാൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇന്ന് 1 day കൊണ്ട് എനിക്ക് കാണാൻ പറ്റണതൊക്കെ എന്നെ കൊണ്ട് കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1-2 സ്ഥലം നമ്മളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഒരു ദിവസം മാത്രം ഉള്ളത് കൊണ്ട് ഭയങ്കര എക്സ്പ്ലോറിംഗ് ഒന്നും നടക്കത്തില്ല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യണം എന്നാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോൾ ബ്രഷ് ചെയ്യാൻ വേണ്ടി കയറിയേക്കാണ്. അപ്പോൾ ബ്രഷ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കും. വയറ് നിറച്ച് ഫുഡ് കഴിക്കും. ഇന്ന് അപ്പവും ചിക്കനും പിന്നെ എന്തുവാ പുട്ടുമുട്ടയോ അങ്ങനെ എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വേണം ജസ്റ്റ് അധികം പാക്ക് ചെയ്യാനൊന്നുമില്ല. ബിക്കോസ് നമ്മൾ ഇട്ട ഡ്രസ്സും അങ്ങനത്തെ സാധനങ്ങളല്ലേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ നമ്മൾ വാങ്ങലും ഷോപ്പിംഗ് ഒന്നും അല്ല ഇന്നലെ. അപ്പോൾ ജസ്റ്റ് നമ്മളുടെ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുക. നമ്മൾ പെട്ടെന്ന് തന്നെ ക്യാബ് ബുക്ക് ചെയ്യുക, പോവുക എന്നുള്ളതാണ് നമ്മളുടെ ഇനിയുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ വന്നിട്ട് ഫുഡ് കഴിക്കാമല്ലോ എന്നൊരു പ്ലാനിങ്ങിലാണ്. ചിലപ്പോൾ ഞാൻ നേരത്തെ കഴിച്ചെന്നൊക്കെ വരും, ബിക്കോസ് എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ അങ്ങനെ അപ്പു ജീവടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ഇപ്പോൾ എന്നിട്ട് ബാത്റൂമിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കണം. പെട്ടെന്ന് മടമടയെന്ന് ഫുഡ് അടിച്ച് കയറ്റിയിട്ട് നമുക്ക് വേഗം റെഡി ആയിട്ട് വേണം പോകാൻ. ഇവരുടെ അപ്പാർട്ട്മെന്റിൽ ഞാൻ പറയേ. അപ്പോൾ അവർ രണ്ടുപേരും പോയി. അപ്പോൾ നമ്മൾ മാത്രമേ നമ്മളുടെ കസ്റ്റഡിയിലാണ് ഈ വീട് ഇന്ന്. ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവരുടെ ഇവിടെ നിന്ന് ഉള്ള വ്യൂ ആണ് കേട്ടോ കാണിച്ചത്. അതാണ് ഞാൻ ആക്ച്വലി സ്റ്റോറിക്കകത്തിട്ടുണ്ട്. നല്ല രസമുള്ള വ്യൂ ആണ്. എന്താ നല്ല ഭംഗിയില്ലേ കാണാൻ. കുറേ ഒന്നുമില്ല കേട്ടോ, ഇത്രയും കാണാൻ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ഇതാണ് ഇവരുടെ അപ്പാർട്ട്മെന്റിൽ നിന്നുള്ള നമുക്ക് ഉള്ള വ്യൂ ആണ് ഇത്. അപ്പം അങ്ങനെ അപ്പം ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ. ഇവരെ തലചുറ്റി വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോയിട്ട് ഫുഡ് കഴിക്കാം. മടമടയെന്ന് അടിക്കാം. നമുക്ക് തുറന്നു നോക്കാം എന്തൊക്കെയാണ്. ഇതേ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഫുഡ് വന്നിരിക്കുകയാണ്. എന്തൊക്കെയൊക്കെ നിറച്ച സാധനം. ജ്യൂസൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടാകും. ഞാനപ്പോൾ ഇന്നലെ നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് ജ്യൂസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം കറി ഞാൻ പ്ലേറ്റൊക്കെ എടുത്ത് സെറ്റാക്കാം. അപ്പോൾ വരുന്നു, കഴിക്കുന്നു, എനർജി കിട്ടുന്നു. ജ്യൂസും ഓറഞ്ച് ജ്യൂസും വാട്ടർമെലൺ ജ്യൂസും ഒക്കെ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടിയിൽ പോകാനുള്ളതല്ലേ. അപ്പോൾ ആ സമയത്ത് ഇനി കുടിക്കാവുന്നില്ലെങ്കിൽ വീണ്ടും പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡുണ്ട്, ജ്യൂസ് ഉണ്ട്. നമുക്ക് പ്ലേറ്റ് ഒക്കെ എടുക്കാം. നമ്മളുടെ അപ്പം ചിക്കൻ കറി. അതിന് കുഞ്ഞെന്താ കഴിക്കുന്നത്? ബിസി ആയിപ്പോ ഇവിടെ. പൊരിഞ്ഞു പോയല്ലേ വിശന്ന്. അതെ, ഞങ്ങൾ ഇനി വേഗം ഫുഡ് കഴിക്കണം. ഞാൻ പിന്നെ വ്ളോഗിങ്, ഇനി ഫുഡിന്റെ ഇടയ്ക്ക് ഇനി വേറെ വ്ളോഗിങ് ഒന്നുമില്ല. ആണല്ലേ. മണിക്കൂറുകൾക്ക് ശേഷം ഫുഡ് കിട്ടിയപ്പോഴത്തേക്കും കണ്ട സന്തോഷമാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത്. എനിക്ക് സന്തോഷത്തിനേക്കാളും ആശ്വാസമാണ്. എൻ്റെ വയറ് കുറേ നേരമായിട്ട് കുറച്ച് ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുകയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സെറ്റായി. ഇനി നമ്മൾ റെഡി ആവാൻ വേണ്ടി പോകാം കേട്ടോ. ഹലോ, ഗുഡ്
ഗുഡ് മോർണിംഗ്. ഹലോ കുട്ടികളെ, നമ്മൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞതായിരുന്നു. ഞങ്ങൾ ഇന്നത്തെ നമ്മളുടെ അവിടുത്തെ പരിപാടികളൊക്കെ അവസാനിച്ച് നമ്മൾ ദുബായിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഞാൻ ഇടുമ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കിയത്, അല്ലേടാ? ഞാൻ മിറക്കിൾ ഗാർഡനിൽ പോവാലോ എന്നൊക്കെ വിചാരിച്ച് നല്ല ഫ്ലെയറി ആയിട്ട് മറ്റേ പിൻട്രസ്റ്റിലൊക്കെ നോക്കി ഹൗ ടു ഡ്രസ് വെൻ യു ഗോ ടു മിറക്കിൾ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി ഡ്രസ്സൊക്കെ ഇടും. നല്ല ഫ്ലെയറി ആയിട്ടുള്ള ടോപ്പും ഒരു കോഡ് സെറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ദേ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രാപ്ലെസ് ബ്രാ എന്നെ ചതിച്ചു. ഞാൻ ആ സ്ട്രാപ്ലെസ് ബ്രാ എടുക്കാൻ മറന്നുപോയതിന്റെ പേരിൽ ആ ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റില്ല. ചില അതിനിങ്ങനെ സിഗ്സാഗ് ആയിട്ടാണ് ഇവിടുത്തെ സ്ട്രാപ്പ് വരുന്നത്. അതിന് കൂടെ നമ്മൾ വിസിബിൾ സ്ട്രാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലോക്കൽ ലുക്ക്. എനിക്ക് അങ്ങോട്ട് സങ്കടമായിരുന്നു. ആ ഡ്രസ്സ് വാസ് സോ പ്രിറ്റി. ഞാൻ അതിന് വേണ്ടി മാറ്റി വേറെ ഇങ്ങോട്ടാണ്ട് എടുത്തു വെച്ചേക്കണായിരുന്നു. അതായത് ബർത്ത്ഡേക്കൊക്കെ വേണ്ടി വാങ്ങിയതാണ് ഞാൻ. അവയോർത്ത് മിറക്കിൾ ഗാർഡന് ആപ്റ്റ് ആവുകൊണ്ടാണ് ഞാൻ വേറെ ഉടുപ്പ് പോലും വാങ്ങാത്തത്. നല്ല രസമുള്ള ഫുൾ സ്കേർട്ട്, ക്രോപ്പ് ടോപ്പ്, ഇങ്ങനത്തെ സിഗ്സാഗ് പാറ്റേൺ ആണ് മുഴുവനും. ഞാൻ യൂഷ്വലി എല്ലാ ട്രിപ്പ് പോകുമ്പോഴും എന്തെങ്കിലും സാധനം ലാസ്റ്റ് മിനിറ്റ് എടുക്കുകയാണെങ്കിൽ എല്ലാം ഇങ്ങനെ നോട്ട്സിൽ എഴുതി വെച്ച് ചെക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഇത്തവണ കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി. ഞാൻ അത് എഴുതിയില്ല. ഓർത്തെങ്കിലും ഞാൻ എഴുതിയില്ല. പക്ഷെ അത് കാരണം എനിക്ക് ആ ഡ്രസ്സ് ഇടാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇന്ന് വേറെ കോഡ്സ് ഇട്ടിട്ടുണ്ട്. ഡെനിമോൺ ഇട്ടേക്കണം. എനിക്ക് ഇന്ന് സംഗതിക്ക് ഒരുപാട് ഞാൻ ഡെനിം തീമിൽ ദുബായിൽ വന്ന മാതിരി ആയിപ്പോയി. ഇന്നലെയും ഡെനിം ആയിരുന്നു, ഇന്നും ഡെനിമാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. കോഡ് സെറ്റ് ആണ്. ഇങ്ങനത്തെ ഈ വെസ്റ്റ് ടോപ്പും ബാഗി ജീൻസും ആണ്. സാരില്ല, നമ്മൾ ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞങ്ങളിപ്പോൾ രണ്ടുപേരും ഓൾമോസ്റ്റ് റെഡിയായി. നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാബ് ബുക്ക് ചെയ്തിട്ട് വേഗം തന്നെ നമ്മളുടെ ചേച്ചീന്റെയും ചേട്ടന്റെയും വീട്ടിലേക്ക് പോകാം. എന്റെ വെട്ടി ആൻഡ് ബാഗ് റെഡി. അപ്പൊ ഓൾമോസ്റ്റ് ഡൺ പാക്കിംഗ് ആണ്. അപ്പൊ അവിടെ കറങ്ങി കിടപ്പുണ്ട്. എല്ലായിടത്തോടാ നോക്കിക്കോ. ഹലോ. അപ്പൊ ഞങ്ങള് 1 hourത്തെ നീണ്ട ട്രാവലിന് ശേഷം നമ്മളുടെ ശൈല ചേച്ചിയുടെ രാധേശന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇത് കിരണിന്റെ കസിൻ ചേട്ടനും വൈഫും ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു കുട്ടിയും കൂടി ഉണ്ട്, ഒരു കുഞ്ഞുകുട്ടി. വളരെ വലിയൊരു കുഞ്ഞുകുട്ടി, UK പഠിച്ച് ജോലി ചെയ്യുന്ന ഒരു കുഞ്ഞുകുട്ടി. ഞാൻ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ ചെറുതായതുകൊണ്ട് എനിക്ക് അവരെ വളർന്നതായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നത് എത്ര വർഷമായി മോള് പോയിട്ടെന്ന്. 19 പോയതാണ്. ഞാൻ ഈശ്വരൻ എത്ര വർഷമായി നോക്കിയേ. ചേച്ചി സുഖാണോ? സുഖം. ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായിട്ടോ. ചേച്ചി ആക്ച്വലി ഇന്ന് ട്രാവലിംഗ് ആണ്, മലേഷ്യ വർക്ക് ട്രിപ്പാണ്. ചേച്ചി പാവ അതിന്റെ ഇടയിൽ കൂടി കുക്ക് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, കോൾ എടുക്കുന്നു. അതിന്റെ ഇടയിൽ നമ്മൾ ശല്യമായി എന്നറിയാം. അന്നേരം ഒന്ന് ക്ഷമിക്കാം. അല്ലേടാ? അതൊന്നും സാരില്ല. അപ്പൊ ചേട്ടൻ വൈകുന്നേരം ഞങ്ങൾ തിരിച്ചെപ്പോഴെങ്കിലൊക്കെ എത്തുമ്പോൾ ഉണ്ടാവും. ഞങ്ങൾ അതിന് തുറന്നോ കുറവ്. നിങ്ങൾ ഏത് സമയത്ത് എത്താന്ന് മാത്രം പറയാം. അപ്പൊ ചേച്ചി ഈ ജോലിന്റെ ഇടയിൽ കൂടി ട്രാവലിന്റെ ഇടയിൽ കൂടി നമുക്ക് കുറച്ച് ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. എന്നിട്ട് ഞങ്ങൾ പയ്യെ കറങ്ങാൻ ഞങ്ങൾ പോകണ്ടല്ലേ. ചേച്ചി നമ്മളിവിടെ നിക്കാത്തതാണ് ചേച്ചിയുടെ പണി നടക്കാനും പോകാനും ഒക്കെ നല്ലതല്ലേ. ഇറങ്ങി കൊടുക്കുന്നു. ഞങ്ങൾ കഴിക്കുന്നു, പോകുന്നു. ചേച്ചിക്ക് ഇനി പാക്ക് ചെയ്യണം, വർക്ക് ഉണ്ട്. അതിനിടെ എല്ലാം കൂടി ഓട്ട പ്രദക്ഷിണാണ് ശരിക്കും പറഞ്ഞാൽ. ചേച്ചി വന്നൊരു അല്ലേ വൈകുന്നേരം ട്രാവൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് നമ്മള് കിരണിന്റെ അവിടെ ഫാമിലി കുറെ അടിപൊളി കസിൻസ്. അത് തന്നെ മൊത്തം ഞാൻ അപ്പുന് ഫുള്ള് കഥ പറഞ്ഞു കൊടുക്കുവായിരുന്നു. നമ്മളവിടത്തെ ഓരോ പരിപാടികളുടെ കാര്യങ്ങളും ഇത്ര കസിൻസിന്റെ കാര്യങ്ങളൊക്കെ. അവ ശരിക്കും എന്താ ചേച്ചി ട്രാവൽ ആയതുകൊണ്ട് അതുകൊണ്ട് നാളെ ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നമുക്കുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഈവനിങ് എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അതെ അതെ സത്യം. പിന്നെ നമുക്ക് ശൈല ചേച്ചി നല്ല അടിപൊളി ഫുഡും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന്. അപ്പൊ തന്നെ നമ്മൾ അങ്ങനെ ട്രാവൽ ചെയ്തൊരു 1/2 hour ആയപ്പോഴത്തേക്കും നമ്മൾ മിറക്കിൾ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. നമ്മുടെ ടാക്സിക്ക് സെറ്റ് ചെയ്തോണ്ടിരിക്കണം നമ്മുടെ കുഞ്ഞ്. നോക്കൂ, നമ്മളങ്ങനെ ദുബായ് മിറക്കിൾ ഗാർഡനിൽ എത്തിയേക്കാണ്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകണം. ടിക്കറ്റ് കൗണ്ടർ കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു. ഓക്കെ, അവിടെയാണ് ടിക്കറ്റ്. അങ്ങനെ ഞങ്ങൾ ക്യാബിൽ നിന്ന് ഇറങ്ങി ടിക്കറ്റൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ മിറക്കിൾ ഗാർഡനിലേക്ക് കയറുവാണ് കേട്ടോ. 100 dirhams ആണ് മിറക്കിൾ ഗാർഡന്. പക്ഷെ എനിക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയ മാതിരി തോന്നിയായിരുന്നു. അറിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയത് മൊത്തം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ ഫോട്ടോസ് സ്പോട്സ് മാതിരി തോന്നി. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇങ്ങനെയും പൂക്കളിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കി എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് സത്യം പറഞ്ഞാൽ. പിന്നെ കുറേ കാഫേസ് ആൻഡ് സ്റ്റോഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ.
ഭയങ്കര ഭംഗിയുണ്ട്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വട്ടുപിടിച്ചതെന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ. വെരി ഹാപ്പി ബിക്കോസ് എല്ലാം ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള സാധനം. അയ്യോ അമ്മ തുള്ളി ചാടുകയാണ്. അമ്മ ഇങ്ങനെ മറ്റേ പൂവിന്റെ മെയിൻ ആളാണ്. ഓ മൈ ഗോഡ്, ദിസ് ഇസ് ലൈക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഒരു നിമിഷം ഒരു ഒറ്റ അശ്രദ്ധ കാരണം എന്റെ നല്ല കിടിലൻ ഫോട്ടോസാണ് മിസ്സായത്. നല്ല ഔട്ട്ഫിറ്റ് നല്ല നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ ആരെങ്കിലും മിറക്കിൾ ഗാർഡനിൽ വരുവാണെങ്കിൽ നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇട്ട് വേണം വരാൻ. അപ്പോൾ നമ്മുടെ ഭംഗി ഞാൻ എടുത്തു വെച്ചതാ. പക്ഷെ എനിക്ക് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ബ്രാ എടുക്കാൻ വേണ്ടി മറന്നുപോയി മക്കളെ. എന്തൊരവസ്ഥയല്ലേ. എന്നാ അതിടാതെ പോവാനും പറ്റുമോ? അതും ഇല്ല. അതെ, അതിടാതെ പോകാൻ പറ്റോ? നോ നെവർ. എന്നാലും കഷ്ടമായി പോയി. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങോട്ട് നോക്കിയാലും എവിടെ നോക്കിയാലും പലതരം പൂക്കൾ എന്ന് പറയൂലേ, അതാണ് സംഭവം. ഭയങ്കര രസമുണ്ടായിരുന്നു. സൺഫ്ലവർ ഒക്കെ നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ കാണാനുള്ള രസങ്ങൾ, കാസിൽസ്, ഫോട്ടോ സ്പോട്സ്, ഭയങ്കര രസമാട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടി ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് ഇത്. നമ്മള് ആക്ച്വലി പല സ്ഥലത്തും നമ്മൾ നോക്കി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വെയില് അല്ലടാ, വെയില് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരുമ്പോ ഇഫ് യു ടേക്ക് വീഡിയോ ഫ്രം ദി അതർ സൈഡ് നമുക്ക് ഭംഗി അറിയാൻ പറ്റുന്നില്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങളത് കാണുക. എന്ത് ഭംഗിയാണ്. അല്ല ആക്ച്വലി എല്ലാവരും ഇങ്ങനെ ഭംഗി ആസ്വദിച്ച് നടക്കുക. കുറെ ഒറ്റയ്ക്ക് വ്ളോഗേഴ്സ് ഒക്കെ വന്നിട്ട് ഒറ്റയ്ക്ക് വ്ളോഗ് ചെയ്യുന്നത് കണ്ടു കേട്ടോ. അപ്പൊ എനിക്ക് കുറച്ച് സന്തോഷം വന്നു വ്ളോഗേഴ്സിനെ കണ്ടപ്പോ. പൂക്കൾ 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 അല്ലേ ചക്കര? പൂക്കൾ ഫുൾ പൂക്കൾ. ഓ എന്റെ അമ്മ, എങ്ങനെ എന്ത് രസം അറിയണേ. ഇവരൊന്നും മാറിയിട്ടോ നമുക്ക് ഫോട്ടോ എടുക്കാം. ഫ്ലവേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്നാൽ ഒത്തിരി ഇഷ്ടം. ഓ ഭയങ്കരമായിട്ടും. ഇത് മിക്കവാറും നമ്മളുടെ ഹണിമൂൺ വരുന്ന ആൾക്കാരുടെ മെയിൻ സ്പോട്ട് ആയിക്കോട്ടോ. ഹാർട്ട് ഫുള്ള് ഹാർട്ട്. പിന്നെ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഫുള്ള് പൂക്കൾ കൊണ്ട് മൂടിയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. എടാ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ പൂക്കളിൻ്റെ ഒരു മേള. പക്ഷേ എനിക്ക് മനസ്സിലായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിം ഫാമിലിയിലുള്ള പൂക്കളുടെ പല കളേഴ്സ് വെച്ചിട്ടാണ് കൂടുതലും ഞാൻ കണ്ടത് കേട്ടോ. പിന്നെ കുറച്ച് സൺഫ്ലവർ ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ലാൽബാഗിലൊക്കെ വന്നു കഴിഞ്ഞാൽ പലതരം ഫ്ലവേഴ്സ് ഉണ്ടാവും പല ഫാമിലിയിലുള്ളത്. പക്ഷേ എനിക്ക് ഇവിടെ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. ബിക്കോസ് ഈ പല പിങ്ക്, ലൈറ്റ് പിങ്ക്, വൈറ്റ്, ലാവൻഡർ, പർപ്പിൾ, ലൈലാക്ക് ഒക്കെ പറയുന്നത് ഒരു ഫാമിലിയിലെ പൂവിൻ്റെ തന്നെ പല കളേഴ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ് ഫാമിലി പൂക്കൾ കണ്ടില്ല. പക്ഷേ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാം കണ്ടു ഇങ്ങനെ പൂക്കൾ വെച്ച് ഇങ്ങനെ പൊതിഞ്ഞ് ഇരിക്കുകയാണ് അങ്ങോട്ട്. എവിടെ പോയാലും ഫോട്ടോസ്. ഞാൻ ഇപ്പോഴും പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ല ഫ്ലെയർ ഡ്രസ്സ് ഇട്ടിട്ട് വേണം പോകാൻ, ലൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോകണം. നല്ല പൂക്കളുടെ കമ്മലൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര കിടലിന് ഫോട്ടോസ് കിട്ടും കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു സ്ഥലത്തെത്തേക്കാം. പക്ഷെ കൊള്ളാം. പക്ഷെ വെയിലടിച്ചാലുണ്ട് ഇതിൻ്റെ വ്യൂ ഒന്നും കണ്ടിട്ടൊരു ഓരോ ബ്ലങ്ങില്ല. ഞങ്ങൾ എന്ത് ചെയ്തു ഇത്ര നേരം? അങ്ങനെ വെച്ചറിയില്ല. പഠിച്ചിരുന്നു. ഞങ്ങള് കണ്ടോ, ഞങ്ങളിപ്പോ രാത്രി ആയിട്ടോ. രാത്രി എത്ര മണിയാണോ? 6:30 ആയി. ഞങ്ങളൊരു 5 o'clock ഒക്കെ ആയപ്പോ ഒന്ന് ഇരുന്നു. കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് കോഫി ഒക്കെ കുടിച്ച് സെറ്റായി. അപ്പൊ നമ്മള് ടയേർഡ് ആയിട്ടോ. അത്ര വർത്താനം ഇരുന്നു. അപ്പൊ നമ്മൾ ഐസ്ക്രീം എവിടെ? നമ്മുടെ ഐസ്ക്രീം കഴിക്കുമ്പോ നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ട് തണുപ്പുള്ളത് കഴിച്ചിട്ട് അവൻ ചൂടുള്ള വർത്താനോ എന്ത് പറയുന്നു? തപ്പട ഉണ്ടാവും അവിടെ കാലിയ. ഓ നല്ല രസോടാ. ഓക്കെ ബാക്ക് മുകളിലോട്ട് കണ്ടാ ഭയങ്കര രസമുണ്ടല്ലേ. ഹലോ എവറിബാഡി. ഞങ്ങൾ അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷമുള്ള സംസാരത്തിനൊടുവിൽ എവിടെ എത്തിപ്പെട്ടെ? ഗ്ലോബൽ വില്ലേജ്. അങ്ങനെ അതെ, പൊളിക്കും. അതെ, ടിക്കറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മളുടെ അവിടെ നിന്നൊരു 15-20 minutes, അതായത് മിറക്കിൾ ഗാർഡൻ അവിടെ നിന്ന് അത്രയും നേരം ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോവാണ്. ടിക്കറ്റ്സ് എടുക്കാൻ പോവാണ്. ഓക്കെ, യെസ്. നമുക്ക് പോയിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ്സ് എടുക്കും. തിരക്കുണ്ടല്ലേ? ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ്. സോ നമുക്കെടുക്കാം.
അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം നേരെ ഗ്ലോബൽ വില്ലേജിൻ്റെ അകത്തേക്ക് കയറുവാണ് കേട്ടോ. എനിക്ക് ഇതിനെപ്പറ്റി യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല, ചെറിയ കേട്ടുകേൾവി മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ അകത്തേക്ക് പോയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിങ്ങനെ ഓരോ കൺട്രീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓരോ പാവലിയൻസ് മാതിരിയാണ് അതിൻ്റെ ഉള്ളിലുണ്ടാവുക. അപ്പോൾ ആ പാവലിയൻസിൻ്റെ ഉള്ളിൽ ആ കൺട്രീസിൻ്റെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളും അവിടെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ നമുക്ക് വാങ്ങാം, പർച്ചേസ് ചെയ്യാം, അങ്ങനെയൊക്കെ വേണം. എവിടെയെങ്കിൽ എല്ലാ കൺട്രീസിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിയൊക്കെ വെക്കാം. പക്ഷേ എനിക്ക് അങ്ങനത്തെ വലിയ വലിയ ഷോപ്പിംഗ് പ്ലാൻസ് ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. മെഡിക്കൽ ഗാർലിക് നല്ല മണമല്ലേ ഇങ്ങോട്ട് കയറിയപ്പോ. ഇത് ഹണിയാ, ഇത് മൊത്തം ഹണിയാ. ഇത്രയും വെള്ള കളർ ഹണിയോ? ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ ബിരിയാണി സ്പൈസസ് വാങ്ങിച്ചിട്ട് പോയാൽ നോക്കലോ ഇവിടെ ഉണ്ടോ? ഓ എന്റെ ദൈവം, ഇത് എന്താ ഇത്? ജിഞ്ചർ ഹണി, അങ്ങനെ ഫ്ലവർ ഹണി, ഓക്കെ. ഹണി 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 ബണി. കുറച്ച് സമയം കൊണ്ടിട്ട് നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള പാവലിയൻസിൽ മാത്രമാണ് നമ്മൾ കയറിയത്. എല്ലാം കയറി ഇറങ്ങാനൊന്നും ട്രൈ ചെയ്തില്ല. ബിക്കോസ് അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും കയറി ഇറങ്ങൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നമുക്കിപ്പോൾ പാകിസ്ഥാനിലൊന്നും നമുക്ക് ഒരിക്കലും പോകാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ പാവലിയനിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ സമയം നമുക്ക് അധികം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊക്കെ ഇമ്പോർട്ടൻറ്റ് സ്ഥലത്തൊക്കെ നമ്മൾ കൺട്രീസിൻ്റെ സ്ഥലത്തൊക്കെ നമ്മൾ കയറി ഇറങ്ങിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ചൈന മസ്റ്റ് വിസിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചൈനയിൽ കയറി. ചൈന ആക്ച്വലി ഞാൻ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ സ്നാക്സ് ട്രൈ ചെയ്യാനാണ്. ബിക്കോസ് ഞാനും കിരണും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ ഫുഡ് ട്രൈ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ട്രൈ ചെയ്യുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാട്ടോ, അപ്ലൈ ചെയ്യാന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ പലതരം അതായത് നമ്മുടെ ചൈന, കൊറിയ, തായ്ലൻഡ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അവിടെ നിന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്നാക്സ് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വാങ്ങിയത്. അല്ലാണ്ട് അങ്ങനെ അധികം വേറെ സംഭവങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ബ്യൂട്ടി സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾക്ക് കുട്ടികളുള്ളത് കൊണ്ട് നമ്മളുടെ ഒരു പ്രയോറിറ്റിയും എപ്പോഴും അതാണല്ലോ. പിന്നെ ഇങ്ങനത്തെ കുറേ രസമുള്ള ഹെയർ ബാൻഡ്സുകൾ, ഹെയർ ആക്സസറീസ്, ബോസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബോസ് ഒന്നും എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമില്ല. ബിക്കോസ് നമുക്കത് ഈസിലി ഇവിടെ കിട്ടും. ഇപ്പോൾ ഇതുപോലത്തെ ബോസ് ഒക്കെ നമുക്ക് ഈസിലി കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊന്നും വാങ്ങിക്കാൻ വേണ്ടി തോന്നിയില്ല. പിന്നെ നമ്മൾ ജപ്പാനിൽ കയറി. ജപ്പാനും ഒക്കെ മസ്റ്റ് വിസിറ്റ് ആണ്. അപ്പോൾ ജപ്പാനിൽ കയറിയപ്പോഴും ഇതുപോലെ ഇങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെ അത് ഈ സ്നാക്ക് വാങ്ങിച്ചു. ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്, ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതും ഞാൻ വാങ്ങി. ഞാനിവിടെ ജപ്പാനിൽ കയറിയിട്ട് കുറച്ച് സ്നാക്സ് 3 ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് വരുമ്പോൾ സ്നാക്സ് അവിടെ നിന്ന് സാധനം ഫുഡാണ് മെയിൻ. ഫുഡ് ട്രൈ ചെയ്യല. ഇത് കൊച്ചിന് സോക്സ് വാങ്ങിച്ചാലോടാ. അപ്പൊ ഫുഡ് ഭയങ്കര മെയിനാണ്. നമ്മൾ അവിടുത്തെ സ്നാക്സുകൾ ഒക്കെ സോക്സ് മെയിനാണ്. ഫുഡ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ ഓസ്ട്രേലിയ പോയ സമയത്ത് ഒരു വിട്ട് മാത്രം സ്നാക്സ് ഫുഡ് കൊണ്ടുവന്നു. നമ്മളത്ര ക്രേസിയാണ്. അപ്പം അതുകൊണ്ട് ഇവിടുന്ന് ജപ്പാൻ, ചൈന എന്നൊക്കെ നമ്മൾ അവിടുത്തെ മെയിൻ സാധനങ്ങൾ, അവരുടെ ടിക്ടോക്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇനി ഇവിടെ സോക്സും കൂടി ഒന്ന് മെയിൻ ആക്കിയേക്കാൻ നോക്കട്ടെ. ഇന്നലത്തെ ഫുഡ് കിട്ടായ്മ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. തായ്ലൻഡ് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ. എനിക്ക് ഇന്നലത്തെ പേടിയാ. ഇന്നലെ ഫുഡ് കിട്ടാത്തോണ്ടൊരു ഭയം. ഇന്നലത്തെ പോലത്തെ തലകറക്കം വരുമോ, ഗ്യാസ് വരുമോ, ഇന്നിപ്പോ കുഴപ്പമില്ല. അതെ നമുക്കിപ്പോ തായ്ലൻഡ് കാണാം. അയ്യോ എടാ ഇത് നോക്കടാ. ഇത് നോക്കേ. So cute. ഡിപ്പൻ ചിക്കൻ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ കൊറിയയിലൊക്കെ കയറിയൊക്കെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ കണ്ടു കേട്ടോ. നല്ല ഇത് മീൻസ് അവിടുത്തെ മെയിൻ സംഭവങ്ങളൊക്കെ കണ്ടു. ഇത് ഏതാണെന്ന് ഞാൻ മറന്നു കേട്ടോ. ഇവിടുത്തെ മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, ഈവിൾ ഐ ആണ് അവിടുത്തെ മെയിൻ. അവരുടെ സൊവിനിയർ തന്നെ ഈവിൾ ഐ ആണ്. അത് പലതരം സാധനം കിട്ടും. അപ്പം ഞാൻ ഒരു വലിയ സൊവിനിയർ വാങ്ങിയിട്ടോ, നമ്മൾ ഡോറിൽ ഇടാൻ വേണ്ടി പറ്റിയത്. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ക്രോക്കറീസ് ഉണ്ട്, കപ്സ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഡ്രസ്സസ് ഉണ്ട്. ഡ്രസ്സിൽ വരെ ഈവിൾ ഐ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് കൺട്രി എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. പിന്നെ കുറേ നമ്മൾ നടന്ന് ടയേർഡായി. പിന്നെ ചില കൺട്രീസിൻ്റെ നിന്നും ഞാൻ വ്ളോഗ് ചെയ്തില്ല. ബിക്കോസ് വ്ളോഗ് ചെയ്തും ഞാൻ ടയേർഡായി എന്നുള്ളതാണ് സത്യം. ബിക്കോസ് രാവിലെ മുതൽ കണ്ട് പിന്നെ ഞാൻ കുറച്ചധികം കാണുന്നതിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധ ഷിഫ്റ്റ് ചെയ്തു. എന്നാലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം കയറിയിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഹലോ, ഞങ്ങൾ അങ്ങനെ
ഫുഡൊക്കെ കഴിച്ചു. ഗ്ലോബൽ വില്ലേജ് കഴിഞ്ഞു തീർത്ത് നമ്മൾ നടന്നു കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി നമ്മള് പയ്യെ ഞാൻ സ്വെറ്ററൊക്കെ എടുത്തിട്ടു, എനിക്ക് നടക്കുന്നുണ്ട്. നല്ല നല്ല ക്ലൈമറ്റ് ആയി, ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടു അല്ലടാ. ഇനി ഞങ്ങള് പയ്യെ വീട്ടിൽ പോവാണ്. ക്യാബ് നോക്കണം, വീട്ടിൽ പോണം, കിടന്ന് ഉറങ്ങണം അല്ലേ, ഉറങ്ങണം. അതെ, അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ബിക്കോസ് നാളെ നമ്മൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാം. അപ്പൊ നമുക്കത് വേറെ വ്ളോഗ് ആക്കാം അല്ലേ മുത്തേ? അതെ, അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വ്ളോഗൊക്കെ എൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ അടുത്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം വിസിറ്റ് ഓൺ ദുബായ് ആയതുകൊണ്ട് ഞാൻ ബുർജ് ഖലീഫയിൽ പോയില്ലല്ലോ. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് ദുബായിൽ കൊണ്ടുപോയിട്ട് ബുർജ് ഖലീഫയ്ക്ക് ഒന്ന് കാണിച്ചു തന്നു. അപ്പം ബുർജ് ഖലീഫേൻ്റെ അടുത്ത് വരെ പോകാനും അത് എക്സ്പ്ലോർ അല്ല കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതും കൂടി ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ലാസ്റ്റ് വ്ളോഗ് നമുക്ക് നാളെ കാണാം. ബൈ.